നടൻ മുകേഷിന് മാത്രമല്ല മറ്റു പല സിനിമാ നടന്മാർക്കെതിരെയും മറ്റു പലർക്കെതിരെയും ഒരു പീഡന പരാതി ആരോപിച്ച ഒരു നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സ്ത്രീ അവർ വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പരാതി കൊടുത്തതിന് പുറമെ ചാനൽ ചർച്ചകളിൽ മുഖം മറച്ചതിനെതിരെ എല്ലാം അവർ വൻ ഷോ ആയിരുന്നു നടത്തിയിരുന്നത്. ഇപ്പോ അന്വേഷണം തുടങ്ങുമ്പോൾ അവർ പരാതിയിൽ നിന്ന് പിന്മാറുകയാണ്. ശരിക്കും ഇത് ജനങ്ങളുടെ നേരെയുള്ള ഒരു കൊഞ്ഞനം കുത്തലും നീതിന്യായ വ്യവസ്ഥയുടെ മേലുള്ള ഒരു കൊഞ്ഞനം കുത്തലും എന്ത് തോന്നിയവാസവും ഇവിടെ ആകാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാണെന്നിരിക്കെ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് തന്നെ ഇതിനെ കാണാവുന്നതാണ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവർ ആർക്കെതിരെയൊക്കെ പരാതി കൊടുത്തു, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവർക്കെതിരെ മാനനഷ്ടത്തിന് പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ പരാതിയിൽ നിന്ന് അന്വേഷണം തുടങ്ങുമ്പോൾ പരാതിയെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞതിന് ഇവർ ശരിക്കും ഒരു നിയമ നടപടി തന്നെ നേരിടേണ്ടതില്ലേ? എനിക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ചില നിയമ നടപടികളിലേക്ക് മറ്റുള്ളവർ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് എന്ന് തോന്നുന്നു ഇവർ ഇപ്പോൾ പരാതി പിൻവലിക്കുന്നു, തനിക്ക് സർക്കാരിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. അവരുടെ വാദം പോക്സോ കേസിൽ അവരെ സർക്കാർ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. ആ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളാണ് ഈ പോക്സോ കേസിൽ ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുള്ളത്. അവരുടെ സഹോദരിയുടെ മകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ തന്നെ സഹോദരിയുടെ മകളോ അമ്മയുടെ സഹോദരിയുടെ മകളോ അങ്ങനെ എന്തോ കസിൻസ് ആണ് അവർ. അപ്പോ അവിടെ എങ്ങനെയാണ് മറ്റൊരാൾ അല്ലെങ്കിൽ ഈ സിനിമയിലെ ഈ ആരോപണ വിധേയരായ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് അവരെ പ്ലേസ് ചെയ്താണെന്ന് കരുതാൻ നമുക്ക് നിവർത്തിയില്ല. മാത്രമല്ല ഇപ്പോൾ ഞാൻ ഒരാൾക്കെതിരെ പരാതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഒരു 10 പേർക്കെതിരെ പരാതി പറഞ്ഞു എന്നിരിക്കട്ടെ, അതുകൊണ്ട് എനിക്കെതിരെ വരുന്ന ഒരു പരാതിയിൽ സർക്കാർ എനിക്കെതിരെ ഉള്ള പരാതിയിൽ വ്യക്തത വരുത്തണം, സർക്കാർ എനിക്ക് വേണ്ടി കേസ് നടത്തണം എന്നൊന്നും പറയുന്നതിനെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല. അനുകൂലിക്കാന്നല്ല, അത് സത്യം പറഞ്ഞാൽ അതിന് അവർക്ക് തന്നെ അറിയാം ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്നും ഒക്കെ അവർക്ക് തന്നെ അറിയാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു കേസ് വന്നാൽ, നമ്മുടെ പേരിൽ ഒരു കേസ് വന്നാൽ അതിന്റെ കേസ് ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുന്നതും നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടി വരുന്നതും എന്തെങ്കിലും സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളാണ് അത് അല്ല എന്ന് വാദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത്. അതിൽ സർക്കാർ ഒരു നിലപാടെടുത്തില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ആ കേസ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലല്ല ആ കേസ് ഉള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് എനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയിലുള്ള ഒരു കേസ് തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലാണ് ഇതിന്റെ FIR അടക്കം ഇട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ എനിക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് അറിയില്ല. ആ കേസ് അവസാനിച്ചോ അല്ലെങ്കിൽ ആ കേസ് അവസാനിക്കാനുള്ള സാധ്യതയില്ലല്ലോ. ഒരു പോക്സോ കേസ് ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നടപടിക്രമം അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ പോക്സോ കേസിൽപ്പെട്ട ഒരു ഞാൻ ആരെങ്കിലും ആകട്ടെ, ഇവർക്കെതിരെ ആരെങ്കിലും പേര് പറയാതെ പോലും നൽകിയിട്ടുള്ള വാർത്തകളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഇവർക്കെല്ലാം എതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കണ്ടതാണ് യൂട്യൂബിലൊക്കെ. അപ്പൊ നമ്മൾ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നു. ഇപ്പൊ പണ്ട് തൊട്ടേ നമ്മളെല്ലാം പറയാറുണ്ട് അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന്. ഒരു വാർത്ത, അതൊരു വാർത്തയാണല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായി ഇവർ വരുന്നത് നിരവധി പേർ പീഡിപ്പിച്ചു എന്നുകൊണ്ടാണ്. അതിന് കൃത്യമായ ആദ്യ ഘട്ടത്തിൽ ഇവർക്ക് വലിയ പിന്തുണ കിട്ടി. പലരും ചാനൽ ചർച്ചകളിൽ ഇവരെ വിളിച്ചിരുത്തി. പിന്നീട് ഇവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൈയൊഴിയുന്ന അവസ്ഥയെത്തി. എന്തുകൊണ്ടാണ് അവരെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൈയൊഴിയുന്ന അവസ്ഥ എത്തിയത്? അവരുടെ വാക്കുകൾക്ക് ചിലപ്പോഴെങ്കിലും വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന സംശയം കൊണ്ടാണ് അവരെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൈയൊഴിയുന്ന സ്ഥിതിയുണ്ട്. ആദ്യഘട്ടത്തിൽ മുകേഷിന് മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ അവർ പിന്നീട് അവർ തന്നെ തിരുത്തി പറയുന്ന അവസ്ഥ എത്തി. താൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പണം ചോദിച്ചിട്ടുണ്ട്, ഇതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലുണ്ട്. അത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പ്രതികരിച്ചാൽ ഉടൻ തന്നെ അവരെ ഏത് തരത്തിലുള്ള തോന്നിവാസവും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ അവർ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം ബീന ആന്റണി അടക്കമുള്ളവർ അത് നേരിടുകയും. അല്ല, അവർക്ക് അവരുടെ പേര് മറ്റു മാധ്യമങ്ങളിലൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നവർ, അവർക്കെതിരെ കേസ് കൊടുക്കുന്നവർ, പക്ഷേ ഒരു ചാനൽ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുകേഷിനും മറ്റുള്ളവർക്കുമെതിരെ ഇവർ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇവരെ ചാനൽ ചർച്ചയിൽ ഇവരുടെ മുഖം ബ്ലർ ചെയ്ത് കാണിച്ചു. അപ്പോൾ അവതാരകരോട് പറയാണ് എന്റെ മുഖം വ്യക്തമായി കാണിക്കണം, എനിക്കത് കാണിക്കണമെന്ന്. അപ്പൊ അവരോട് നിയമപരമായി ഞങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ തെറി പറഞ്ഞുകൊണ്ട് ഹെഡ്സെറ്റ് മൂരി അവർ എണീറ്റ് ഓടുകയാണ്. അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും മറ്റു പല ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നും എല്ലാം വളരെ വ്യക്തമാണ്. എന്നിട്ടാണ് അവർ ഇപ്പോ അവരുടെ പേര് പറയുന്നതിനെതിരെ അവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വാദിക്കുന്നത്. അതായത് ഞാൻ പറയുന്നില്ലേ പ്രീതി, ആദ്യം മുതൽ തന്നെ ഇവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യമുണ്ടാവാം,
പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ആ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് എങ്ങനെ തെളിവ് കണ്ടെത്താൻ പറ്റും? എന്തെങ്കിലും കൃത്യമായ എവിഡൻസ് ഇല്ലാതെ പോലീസിനോ കോടതിയിലേക്ക് പോയാൽ ഒരു കേസ് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കാലതാമസം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ സിദ്ദിഖിന് ജാമ്യം കിട്ടിയ അവസ്ഥയുണ്ടായി. സിദ്ദിഖിന് എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയുണ്ടായി? ഇത്രയും കാലം എടുത്ത കാലതാമസം. അവർ തന്നെ പറയുന്നുണ്ട് ഈ കാലതാമസം അവർക്ക് തുറന്നു പറയാൻ കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ സിദ്ദിഖിനെ പേടിയായിരുന്നു, സിദ്ദിഖ് ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സിദ്ദിഖ് ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്ന ഒരാളെ പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ, അവർ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത്രയും തന്നെ അതിന്റെ പകുതി പോലും ധൈര്യം വേണ്ട ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അയാൾക്കെതിരെ ഒരു പരാതി നൽകാൻ. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മാത്രം ഇത് പരാതിയായി പോലീസിലേക്ക് വരികയും അന്നൊരു തുറന്നു പറച്ചിൽ പെട്ടെന്ന് നടത്തുകയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? എല്ലാവരും സെൻസിബിളായ ആൾക്കാരല്ലേ? കേരളത്തിൽ എത്ര ശതമാനവും, ഏതാണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള വിവരമുള്ളവർ കൂടുതലുള്ള സ്ഥലമാണ് കേരളം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ അവരതിനെ വിശകലനം ചെയ്യും, അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്നവരെ പിറ്റേ ദിവസം രാവിലെ നോക്കിയാൽ അവരുടെ ഫേസ്ബുക്കിൽ പുലയായിട്ട് നടത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവര് ഒരു സ്ത്രീകളുടെ പക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ഒരാളാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ഇത്രയും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ നമുക്ക് കണ്ടല്ലേ ബീന ആന്റണിയെ പോലൊരു നടി. അവരുടെ ജീവിതകാലത്ത് അവർക്ക് ആ കാലഘട്ടം നമുക്കറിയാം, ഈ കാലഘട്ടം നമുക്കറിയാം. ഒരു സ്ത്രീ സിനിമയിലാണെങ്കിലും ഏത് പൊതുരംഗത്തേക്കാണെങ്കിലും വരുമ്പോൾ അവരനുഭവിക്കുന്ന സ്ട്രഗിൾ അറിയാം. പണ്ടത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇന്ന് നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് തെളിയിക്കാനുള്ള സംവിധാനങ്ങൾ, അന്ന് തെളിയിക്കാൻ പോലുമുള്ള സംവിധാനങ്ങൾ അന്നത്തെ കാലത്തില്ല. അത്തരം സംവിധാനങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് വീഡിയോയിലും, അതായത് ഞാൻ ഈ രണ്ട് വീഡിയോയും കണ്ട ഒരാളാണ്. ബീന ആന്റണി പറഞ്ഞ വീഡിയോയിൽ ബീന ആന്റണി ഒരു വാക്ക് പോലും അവരെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. ഇനി മനോജ് പറഞ്ഞ വീഡിയോയിലാണെങ്കിൽ മനോജ് അവരുടെ പേരെ ഉച്ചരിച്ചിട്ടില്ല. ഈ രണ്ട് വിഷയം വെച്ചുകൊണ്ട് അവർ എത്ര കേസ് കൊടുത്താലും കോടതിയിലേക്ക് പോകുമ്പോൾ ഈ വിഷയത്തിൽ ഒന്നും തന്നെ അവർക്ക് ഗുണകരമാവില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നു ബീന ആന്റണി തിരിച്ച് ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീന ആന്റണിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വം, അവരുടെ ഇത്രയും കാലം അവരുണ്ടാക്കിയ അവരുടെ ജോലി അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവിടെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, ഇല്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടായിരിക്കും, സിനിമയാണ് രംഗം. പക്ഷെ ആ സമയത്ത് പരാതി കൊടുക്കാതെ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വന്ന് പരാതി പറയുമ്പോൾ, അന്ന് കുട്ടികളെ വളർത്തണമായിരുന്നു, അന്ന് എനിക്ക് പൈസ ആവശ്യമായിരുന്നു, ഇതൊക്കെ പറയുമ്പോഴാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നതും അത്തരത്തിലുള്ള ചിന്തകൾ പോലും വ്യക്തമാക്കിയിരുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. എന്നെ പീഡിപ്പിച്ചതല്ലേ, എന്നാ പിന്നെ എനിക്ക് ഈ പൈസ തന്നൂടെ? 25,000 രൂപ കൊടുക്കാത്തത് കൊണ്ടാണ് അവർക്ക് പരാതി ഉണ്ടായത്. പൈസ കൊടുത്തിരുന്നെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു. മാത്രമല്ല ഇവരുടെ താമസ സ്ഥലത്ത് നിന്നും മുകേഷിന്റെ കാറിലാണ് ഇവർ, CCTV ദൃശ്യങ്ങളിൽ അതെല്ലാം വ്യക്തമായിട്ടുള്ളതാണ്. മുകേഷിന്റെ കാറിൽ ഇവർ പോവുകയാണ്, തിരിച്ച് മുകേഷ് ഇവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടാക്കുകയാണ്. അത് മറിച്ച് അവരുടെ പൂർണ്ണമായ സമ്മതത്തോടെ അല്ല എന്ന് ആർക്കെങ്കിലും അത് പറയാൻ കഴിയുമോ? അതുമല്ല അവരയച്ച മെസ്സേജുകൾ, ആശംസാ മെസ്സേജുകൾ, കിസ് ചെയ്യുന്ന സ്മൈലീസ് അയച്ചത്, ഇതെല്ലാം മുകേഷിന്റെ കൈവശം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുകേഷിന് ഈ വിഷയത്തിൽ തന്റെ ഭാഗം വ്യക്തമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പുരുഷന്മാരോട് ഈ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ ഈ സ്ത്രീകൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം സൂക്ഷിച്ചു വെക്കുക. ക്ലിയർ ചാറ്റ് കൊടുക്കാതെ വെച്ചിരുന്നാൽ നാളെ നിങ്ങൾക്കെതിരെ അവർ തിരിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. പ്രീതി, നമുക്കതൊരു സെപ്പറേറ്റ് വിഷയമായി തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗാർഹിക പീഡനങ്ങളിലാണ്. ഗാർഹിക പീഡനം അടക്കമുള്ള, ഇതിപ്പോ വിവാഹം കഴിഞ്ഞുള്ള ഗാർഹിക പീഡനം അടക്കമുള്ള വിഷയങ്ങൾ, കുട്ടികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക, കുട്ടികളെ പിതാക്കന്മാരല്ലെ മാതാക്കന്മാരെ കാണിക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ പല സ്ത്രീകളും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പീഡനം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഇരകൾക്ക് നീതി കിട്ടാതാകാതെയുള്ള സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്നാൽ സാധാരണഗതിയിൽ യഥാർത്ഥത്തിൽ ഇരയായി പോകുന്നവർക്ക് അത്തരത്തിൽ പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പോ നമുക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി എന്ന് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാവരെയും മോശക്കാരാക്കി ചിത്രീകരിക്കാനും, അതൊരു എടുത്തുചാട്ടം.
പ്രായത്തിന്റേതായ ഒരു പക്വത ഇല്ലാത്ത ഒരു എടുത്തുചാട്ടം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് തന്നെയാണ് ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്, അവരുടെ ഇത്രയധികമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം അത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, അഭിഭാഷകരുടെ അടക്കം പേര് പറയുക, ബാലചന്ദ്ര മേനോനെ, അതൊക്കെ സംശയത്തിന്റെ ഒരു സംശയം ജനിപ്പിക്കുന്നതാണ്. ബാലചന്ദ്ര മേനോനെ അഭിഭാഷകനെ കൊണ്ട് നേരത്തെ വിളിച്ച് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുക. ആ കേസ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. ഈ പ്രായത്തിന്റെ പക്വത ഇല്ലാത്ത ചില എടുത്തുചാട്ടങ്ങൾ ഈ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അവർക്ക് വലിയ ദോഷകരമായി ഭാവിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു 50 വയസ്സിന് മുകളിൽ എന്തായാലും ഉള്ള ഒരു സ്ത്രീ ആയിരിക്കും. പക്ഷെ അതിന്റെ ഒരു പക്വത അവർ കാണിക്കുന്നുണ്ടോ എന്ന സംശയം ബാക്കിയാവുകയാണ്. ഇവിടെ നോക്കൂ, ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിരവധി പരാതികൾ ഇത്തരത്തിൽ വന്നു. അതിലും ഏറ്റവും ഗുരുതരമായ പരാതി നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നിവിൻ പോളിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നിവിൻ പോളിക്കെതിരെ ഒരു പരാതിക്കാരി വരുന്നു, ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന കൃത്യമായ പരാതി എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പരാതി. ഈ പരാതി അല്ലെങ്കിൽ ഈ വാർത്ത ബ്രേക്കിംഗ് ആയി ചാനലിൽ വന്നപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ ഒന്ന് ഞെട്ടി. അത് കണ്ടപ്പോ ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് പോലും ഞാൻ അന്നേരം ആലോചിച്ച ആ പെൺകുട്ടിയെ കുറിച്ചാണ്, നിവിൻ പോളിയുടെ ഭാര്യയെ കുറിച്ചാണ്. കാരണം നിവിൻ പോളിയുടെ ഭാര്യ നിവിൻ പോളിയുടെ സഹപാഠിയായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച്, ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇത് എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു അരമണിക്കൂറിനകത്ത് നിവിൻ പോളി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇങ്ങനെ ഒരു സംഭവം ഇല്ല, നേരത്തെ വന്ന പരാതിയാണെന്നും വിശദീകരിക്കുകയും നിവിൻ പോളിക്ക് വേണ്ടി നിവിൻ പോളിയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഡിജിറ്റൽ തെളിവുകൾ, അത് ഈ ഘട്ടമായതുകൊണ്ടാണ്. അതായത് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ ഹാജരാക്കാൻ ഓർമ്മ പോലും കാണില്ല നിവിൻ പോളിക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ. കാരണം അവർ ഓരോ ദിവസവും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടു പോകുന്നവരാണ്. ഓരോ സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം തിരക്കോട് തിരക്കാണ്. നമുക്ക് പോലും 10 വർഷം മുമ്പത്തെ ഒരു സംഭവം, 4 വർഷം മുമ്പത്തെ ഒരു സംഭവമോ ഒരു ദിവസമോ ചോദിച്ചാൽ നമ്മൾ പോലും മാറ്റി പറയും, നമുക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. അത്തരം ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വളരെ അടുത്ത റീസെന്റ് ആയി നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഒരുപക്ഷെ നിവിൻ പോളിക്ക് ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അത് ബ്രേക്കിംഗ് വാർത്തയായി കൊടുത്ത മാധ്യമങ്ങൾ ഒരു വഴി ടിക്കറിലാണ് കൊടുത്തത്, നിവിൻ പോളിയെ ആ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള കാര്യം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു മനുഷ്യന് നമ്മൾ വരുത്താവുന്ന ഡാമേജ് എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ 90% ആൾക്കാർ ഇപ്പോൾ ടി വി കാണുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിവിൻ പോളിയുടെ സിനിമാക്കാരനായത് കണ്ടിട്ടുണ്ടാവും. സാധാരണക്കാരുടെ ഒരാളാണെങ്കിൽ ഇത് അറിയാൻ പോലുമുള്ള സംവിധാനമില്ല. കുറ്റവിമുക്തനാക്കപ്പെട്ടതോ കുറ്റവിമുക്തനായ ഒന്നും. പക്ഷെ അല്ലാതെ ബ്രേക്കിംഗ് വാർത്ത വരുമ്പോഴും ആ വാർത്ത ചിലപ്പോൾ രണ്ടാമത് ക്യാരി ചെയ്യണമെന്ന് പോലുമില്ല ചാനലുകൾ. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാൾക്ക് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരാതിയുമായി മുന്നോട്ട് പോകാവൂ. അല്ലെങ്കിൽ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ കഴിയുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മളെ കുറിച്ചൊക്കെ ഒരുപാട് പേർ പലപ്പോഴും പല ആരോപണങ്ങളും മുമ്പോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ ആരോപണങ്ങൾ അവർ പറഞ്ഞോ എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഡയറക്റ്റ് നമ്മളോട് പറയുകയും നമ്മളത് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോലും കേസിന് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്ന കാലതാമസം അടക്കമുള്ള വിഷയങ്ങൾ, അത് ഞാൻ ചോദിക്കട്ടെ, 10-15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെയാണ് തെളിവായി കൊണ്ടുവരിക. എങ്ങനെയാണ് പോലീസിന് അല്ലെങ്കിൽ സർക്കാർ കൂടെ നിന്നില്ല, തന്റെ പോക്സോ കേസിൽ തന്റെ ഭാഗം കേട്ട് നാട്ടുകാരെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസ് പിൻവലിക്കാൻ ശ്രമിക്കുന്ന അതാണോ എന്ന സംശയം, അത്തരത്തിലാണോ ഈ കേസിന്റെ, അതുകൊണ്ട് മാത്രമാണോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം അവർക്ക് തന്നെ അറിയാം ഈ കേസ് കഴിയുമ്പോൾ, ഞാൻ പിന്നെ മനസ്സിലാക്കുന്ന അവരുടെ അഭിഭാഷകനുമായി അവർക്ക് എന്തോ തർക്കം ഉണ്ടായിട്ടുണ്ട്. ഈ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ ഇപ്പോ വക്കാലത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ പിന്നീട് ഇതെല്ലാം നെഗറ്റീവായി വരുമെന്ന ചിന്തയൊക്കെ ആയിരിക്കാം അവരെ ഒരുപക്ഷെ ഇപ്പോ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. അതിന്റെ യഥാർത്ഥ വശം നമുക്കറിയില്ല. എന്തായാലും അവർ കേസുമായി മുന്നോട്ട് പോകും, പോക്സോ കേസുമായി മുന്നോട്ട് പോകുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അവർ സത്യസന്ധയാണെങ്കിൽ അത് തെളിയട്ടെ, അല്ല എങ്കിൽ മറിച്ച് ശിക്ഷിക്കപ്പെടണമെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അങ്ങനെ വ്യാജ പരാതിയാണ് അതെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാൻ.